എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ലോകം മുഴുവൻ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. മതങ്ങളുടെ പിടി എല്ലാ സ്ഥലങ്ങളിലും അയയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മതങ്ങളുടെ പിടി, എല്ലാ മതങ്ങളുടെയും പിടികൾ ജനങ്ങളുടെ മേലുള്ള അവരുടെ സ്വാധീനം കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 50 വയസ്സിന് താഴോട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു താല്പര്യവുമില്ല. 50 വയസ്സിന് താഴോട്ടുള്ള ആളുകൾക്ക് അതിന് 2-4 കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ നമുക്കുണ്ട്. ഒന്ന്, ഈ മതങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും പലരും നല്ലൊരു ശതമാനവും ഭൂരിപക്ഷവും ഇപ്പോൾ അന്വേഷിക്കുന്ന പോലും ഇല്ല. അവരെന്നതിലും പറയട്ടെ എന്നുള്ളൊരു ചിന്തയിലേക്ക് മനുഷ്യൻ മാറി എന്നുള്ളതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജനം ഇപ്പോൾ അവരുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു വിവാഹമോ ഒരു സംസ്കാരമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്നൊരു തലത്തിലേക്ക് മാത്രം മതങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങി. കല്യാണം വന്നാൽ ഒരു സമുദായം ഏതാണെന്ന് ചോദിച്ചാൽ പറയണമല്ലോ. മരിച്ചു കഴിയുമ്പോൾ ഈ ബോഡി ഒന്ന് കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് സംസ്കരിക്കണമല്ലോ. ഈ രീതിയിലൊക്കെയുള്ള പശ്ചാത്തലത്തിൽ മാത്രം ആളുകൾ ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് പോയി. പിന്നെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞത് ഈ മതങ്ങളുടെ പേരിലുള്ള അമിതമായ പണപ്പിരിവ്. അത് പല സ്ഥലത്തും പ്രലോഭിപ്പിച്ചായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഭീഷണിപ്പെടുത്തി വരെ പിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്കും ഒരു നിശ്ചിത തുക അങ്ങോട്ട് കൊടുത്തേക്കാൻ മത അംഗങ്ങൾക്ക് കർശന ഓർഡർ കൊടുക്കുക. അങ്ങനെ വന്നപ്പോൾ ഈ ഭയങ്കരമായ നിർബന്ധിത പണപ്പിരിവ് കേരളത്തിലെയൊക്കെ പല പൗരോഹിത്യ മതങ്ങളിലും ഇപ്പോൾ ഭയങ്കര കർശനമായ നിർബന്ധിത പണപ്പിരിവുണ്ട്. കൊടുത്തേ പറ്റൂ. ഇതും ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഭയങ്കരമായ അമർഷം ഇതിനകത്തൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം ഒരു തട്ടിപ്പാണെന്നൊരു പൊതുചിന്ത സമൂഹം മുഴുവനുണ്ടായി. ഇതെല്ലാം തട്ടിപ്പാണ് എന്നൊരു പൊതുചിന്ത. ഇതിൻ്റെ അടിസ്ഥാനപരമായ 2-3 കാരണങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ, ഒന്നാമത് ഈ ലോകം മുഴുവനുള്ള അരക്ഷിതാവസ്ഥകൾ. ലോകം മുഴുവൻ ഈ യുദ്ധങ്ങളും പ്രശ്നങ്ങളും തർക്കങ്ങളും വഴക്കുകളും ഒക്കെ നടക്കുന്നതുകൊണ്ട് ഈ മതപരമായ പ്രവർത്തനങ്ങൾക്കൊന്നുമുള്ള ഫണ്ടിങ്ങുകൾ ഇപ്പം മിക്ക രാജ്യങ്ങളിലേക്കും പോകുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊന്നും ഇപ്പോൾ ലോകം മുഴുവൻ ഇത് പോകാനുള്ള ഫണ്ടില്ല. കാരണം അവർക്ക് തലയ്ക്ക് മോളി ബോംബ് മാറിയ നേരമില്ലാത്തതുകൊണ്ട് ഇതൊന്നും അയക്കാനോ പണ്ഡിതന്മാരെ അയക്കാനോ ബാക്കിക്കോ ഒന്നും നേരമില്ല. പിന്നെ ഈ യൂറോപ്യൻ US കനേഡിയൻ രാജ്യങ്ങളിലേക്ക് ചെറുപ്പക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവിടെയൊന്നും മതത്തിനൊന്നും വലിയ പിടിയില്ലാത്തതുകൊണ്ട് അവിടെ ചെന്ന് പെട്ട ജനത്തിനെ സംബന്ധിച്ച് അവർക്കിതൊന്നും ഒരു വലിയ കാര്യമേ അല്ല. അവർ ജോലി ചെയ്യുന്നു, അവരുടെ ശമ്പളം മേടിക്കുന്നു, ഓരോ ആഴ്ചകളുടെ അവസാനം അവർ ആഘോഷിക്കുന്നു. ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറുന്നത് കൊണ്ട് ആ സംസ്കാരത്തിൽ നിന്നുള്ള സ്വാധീനവും ആളുകൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലെന്നായി മാറി. യൂറോപ്യൻ രാജ്യങ്ങളിൽ മിക്ക ആരാധനാലയങ്ങളും ഇപ്പം വിൽക്കുകയാണ്, അത് പലരും മേടിച്ച് ബാറുകളൊക്കെ പണിയുകയാണ് എന്ന അവസ്ഥയിലേക്ക് പോയതുകൊണ്ട് അവിടെയൊക്കെ പോയി ജോലി ചെയ്തിട്ട് വരുന്ന പിള്ളേർക്കൊന്നും ഇതിനോടൊന്നും ഇപ്പോൾ ഒട്ടും താല്പര്യമില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ഈ മതങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങുകളൊന്നും ഒരിടത്തുനിന്നും ഇപ്പോൾ കാര്യമായിട്ട് ഒരിടത്തോട്ട് പോകുന്നില്ല. ലോകരാജ്യങ്ങളിൽ നിന്ന് അതിനുള്ള സാധ്യതകളില്ല എന്നതും ഈ മതങ്ങളുടെ പിടിയയ്യാനുള്ള ഒരു പ്രധാന കാരണം. മുമ്പൊക്കെ ഈ സമുദായം മാറിയുള്ള വിവാഹങ്ങൾ അവരനുവദിക്കുകയല്ലായിരുന്നു, മതം അനുവദിക്കുകയല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഇവർ തന്നെ നടത്തി കൊടുക്കുക. പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യൻ മതങ്ങളൊക്കെ അവരുടെ വിഭാഗത്തിന് പുറത്തുള്ളവരുമായിട്ടൊന്നും കല്യാണമൊന്നും നേരത്തെ നടത്താൻ സമ്മതിക്കാനായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെയല്ല. ആ നിൽക്കുന്ന മതത്തെ നിർത്തിക്കൊണ്ട് തന്നെ അങ്ങ് നടത്തി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഒരു ഉദാഹരണം ഒന്ന് പറയാം. കേരളത്തിൻ്റെ പാട്ടുകാരനായ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന യേശുദാസ് ശബരിമലയിൽ പോയി എന്നതിൻ്റെ പേരിൽ അദ്ദേഹമായിരുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിൻ്റെ അപ്പനെയും പുറത്താക്കി. എന്നാൽ ഇന്നിപ്പം കേരളത്തിലെ ഒരു യുവ MLA താൻ നിൽക്കുന്ന മതത്തിൽ നിന്ന് ഇദ്ദേഹം ശബരിമലയ്ക്ക് പോയി. പക്ഷേ മതത്തിന് അനങ്ങാൻ പറ്റിയില്ല. മതത്തിന് അനങ്ങാൻ മേലാത്ത സാഹചര്യം വന്നു. കാരണം നടപടി എടുക്കാനുള്ള ശേഷി ഇപ്പം മതത്തിനില്ല. എടുത്താൽ അത് മതത്തിൻ്റെ നടുപൊടിയൊന്നല്ലാതെ നടപടിയെടുക്കുന്ന ആളിനെ ഇത് ബാധിക്കത്തേയില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ എന്നാ ചെയ്യുന്നത് ചോദിച്ചാൽ,
എല്ലാ മതങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരിപ്പോൾ അവരുടെ പ്രചാരണത്തൊന്നും അല്ല നിൽക്കുന്നത്. അവർ പരമാവധി വിശ്വാസികളെ എങ്ങനെയാലും ഊറ്റിപ്പിഴിഞ്ഞ് ആശുപത്രികൾ, ഷോപ്പിംഗ് മാളുകൾ, കൺവെൻഷൻ സെൻറ്ററുകൾ, കോളേജുകൾ, സ്കൂളുകൾ, ഈ സംവിധാനത്തിലേക്കെല്ലാം അവർ തിരിയുക. നമ്മൾ ഈ കേരളം മുഴുവനുള്ള നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മതപ്രസ്ഥാനങ്ങളും ഇതെല്ലാം മതനേതാക്കന്മാരുടെ പേരിലുള്ള വരുമാനമുള്ള സംവിധാനങ്ങളാക്കി മാറ്റുക. അതാണിപ്പോൾ നമ്മൾ കേരളത്തിലെല്ലാം കാണുന്നത്. പണ്ടവർക്ക് അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ട് അവർക്ക് തന്നെ മനസ്സിലായി ഇത് ഒത്തിരി കാലം ഇത് മുന്നോട്ട് പോവുകയില്ല, ആളുകൾക്ക് ഇതിനകത്ത് താല്പര്യമില്ല, നിയമങ്ങൾ കർശനമാക്കിയാൽ ആളുകൾ നിൽക്കുകയില്ല. തന്നെയല്ല, ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ സത്യസ്ഥിതി എന്നാന്ന് അന്വേഷിക്കാൻ പോലും ജനം പോകുന്നില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് അവരെങ്ങനെയെങ്കിലും ഈ ആളുകളെ കൊണ്ട് അവരുടെ കയ്യിലിരിക്കുന്നത് മുഴുവൻ മേടിച്ച് നഗരങ്ങൾ മുഴുവൻ സ്വന്തമാക്കുക, ഷോപ്പിംഗ് കോംപ്ലക്സുകളായിട്ടും കൺവെൻഷൻ സെൻറ്ററുകളായിട്ടും കോളേജുകളായിട്ടും സ്കൂളുകളായിട്ടും ഒക്കെ മാറ്റുക എന്ന തലത്തിലേക്ക് മതങ്ങൾ വീണുപോയി. അതുകൊണ്ട് എന്തു വേണ്ടി ആളുകൾക്ക് ഇതിനോടുള്ള താല്പര്യം വളരെ 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 കുറഞ്ഞു. വേറൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ശക്തമായപ്പോൾ പ്രത്യേകിച്ച് ഈ മൊബൈലും ചെറുപ്പക്കാർക്ക് ഇതിനകത്തുള്ള ഭയങ്കരമായ കഴിവുകളും വളർന്നപ്പോൾ, സാങ്കേതികവിദ്യ ഇതുപോലെ ശക്തമായി വളർന്നപ്പോൾ, ഈ മതനേതാക്കന്മാരെക്കുറിച്ചുള്ള വാർത്തകൾ, വീഡിയോകൾ, ചിത്രങ്ങൾ ഒക്കെ കൃത്യമായിട്ട് വെളി വരാനൂടെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും പണ്ടത്തെ പോലെ പുറത്ത് നന്മ കാണിച്ചിട്ട് അകത്ത് ക്രൗര്യത വെച്ചോണ്ട് മുന്നോട്ട് കളികൾ ആസൂത്രണം ചെയ്ത് ജനത്തിനെ കളിപ്പിച്ച് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ മേലാത്ത അവസ്ഥയിലോട്ട് എത്തി. ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ആകെ മൊത്തം നമ്മളെല്ലാം കൂടെ നോക്കിയാൽ നമുക്ക് പിടികിട്ടുന്ന ഒരു കാര്യം, ലോകം മുഴുവൻ ജനത്തിൻ്റെ മേൽ മതങ്ങൾക്കുള്ള പിടി അയഞ്ഞെന്ന് തന്നെയാണ്. ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിലോട്ട് മതങ്ങൾ താന്നുകൊണ്ടിരിക്കുന്നു, പിടി അയഞ്ഞുകൊണ്ടിരിക്കുന്നു. 50 വയസ്സിന് താഴോട്ട് പ്രായമുള്ള ആളുകളുടെ അടുത്ത് ഏത് മതസമൂഹത്തിനും പ്രത്യേകിച്ച് കാര്യമായ റോളൊന്നും അവരുടെ അടുത്തില്ല. പണ്ടൊക്കെ ഭീഷണിപ്പെടുത്തായിരുന്നു, ഇപ്പോൾ അത് നടക്കുകയില്ല. ഇനിയിപ്പം പുറത്താക്കുമെന്ന് പറഞ്ഞാലും അവർക്ക് വിഷയമില്ല. കാരണം അവരകത്ത് പോലും അല്ല, അവരുടെ അപ്പനും അമ്മയും ഒക്കെ അവിടെ ചെല്ലുന്നത് കൊണ്ട് മാത്രം അവരങ്ങോട്ട് ചെല്ലുന്നതേ ഉള്ളൂ. പുറത്താക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പുറത്താക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യൂ എന്നൊരു ടെൻഷൻ അടിക്കാൻ പോലും അവർ തയ്യാറല്ല. പുറത്താക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ തമാശയായിട്ട് അത് കേൾക്കുന്നു. എന്ന് പറഞ്ഞാൽ തമാശയായിട്ട് പോലും ഇല്ല, വെറും ഒരു സംഭവം പോലെ അവർ കേൾക്കുന്നു, അവരവരുടെ വഴിക്ക് പോകുന്നു. ഇങ്ങനത്തെ സാഹചര്യത്തിൽ മതങ്ങളുടെ എല്ലാം പിടി അയഞ്ഞു തുടങ്ങി, നല്ലൊരു ശതമാനം അയഞ്ഞു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.